السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. الرحمن الرحيم. സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇനി നമ്മുടെ ചർച്ച. യഥാർത്ഥത്തിൽ അർ-റഹ്മാൻ റഹീം എന്നുള്ളത് ഒന്നാമത്തെ ആയത്തായ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവിടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ആരംഭിച്ചത്. എന്നിട്ട് പിന്നെയും റഹ്മാനും റഹീം എന്ന് അള്ളാഹു ഇത് വീണ്ടും ആവർത്തിച്ചത് തന്നെ സത്യത്തിൽ എത്രമാത്രം അതിൽ ആശയ വൈപുല്യത ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയായിരിക്കണം. ആവർത്തനം പരിവർത്തനം എന്നാണല്ലോ. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും, അതിൽ വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ വിശ്വസിച്ചവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ എന്നാണല്ലോ അർത്ഥം. ആ റഹീം എന്ന് പറഞ്ഞാൽ അവനെ അനുസരിച്ചവർക്ക്, അവന് വഴിപ്പെട്ടവർക്ക് പാരത്രിക ലോകത്ത് നൽകുന്ന പ്രത്യേകമായ ഗുണം ചെയ്യുന്നവൻ എന്നാണല്ലോ അർത്ഥം. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത. വറഹ്മത്തി വസിയത്ത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയൂതൂന അസ്സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ. എന്റെ റഹ്മത്ത് അത് എല്ലാ വസ്തുക്കളെയും വിശാലമാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഞാനതിനെ എന്നെ സൂക്ഷിച്ച് സകാത്ത് നൽകുന്ന എന്നിൽ ദൃഢവിശ്വാസമുള്ളവർക്ക് വേണ്ടി ഞാനത് നിശ്ചയിക്കും എന്നും അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ആർക്കും വെറുതിരിവില്ലാതെ നൽകുന്ന അനേകം കാരുണ്യങ്ങളുണ്ട്, റഹ്മത്തുകളുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു തന്നല്ലോ, അള്ളാഹു റഹ്മത്തിനെ പടച്ച് 100 ഭാഗിച്ച് അതിൽ ഒരംശത്തെയാണ് പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ചത്. ആ ഒരംശമാണ് പ്രപഞ്ചത്തിൽ നാം കാണുന്ന മുഴുവൻ റഹ്മത്തുകളുടെയും മുഴുവൻ കാരുണ്യങ്ങളുടെയും ഉറവിടം അതാണ് എന്ന് പുണ്യനബി തിരുമേനി പഠിപ്പിച്ചു. എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകർ പറഞ്ഞു, ഉമ്മ മക്കളോട് കാണിക്കുന്ന സ്നേഹം, അങ്ങനെ ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ തുടങ്ങി ഒരു ഒട്ടകം അതിന്റെ കാല് തന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ തട്ടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ എടുത്തു വെക്കുന്നത് പോലും ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ബാക്കിയുള്ള 99 ഭാഗവും അള്ളാഹുവിങ്കൽ നിക്ഷിപ്തമാണ്. ആ ഭാഗങ്ങളെ കൊണ്ട് അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് അവൻ കരുണ ചെയ്യും എന്നാണ്. ഇവിടെ ഏതാണ് വലുത് എന്നൊരു ചർച്ചയുണ്ട്. സ്വാഭാവികമായി എല്ലാ ആളുകൾക്കും നൽകുന്ന കാരുണ്യമാകണമല്ലോ ഏറ്റവും വലുത്. കാരണം അത് ഈ പ്രപഞ്ചത്തിലെ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ, പാമ്പിൽ വരെ ആ കാരുണ്യം നിലകൊള്ളുന്നുണ്ട്. ഓരോ ജീവജാലങ്ങൾക്കിടയിലും, അത് ചേതന അചേതന വസ്തുക്കൾ വ്യത്യാസമില്ലാതെ അവിടെയൊക്കെയും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അംശം നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അതാണല്ലോ സ്വാഭാവികമായിട്ടും വലുത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു നൈൽ നദിയുടെ തീരത്ത് അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു തേള്, അതിശക്തനായ വലിയ ഒരു തേള് ഓടിപ്പായുന്നത് കണ്ടു. എന്താണ് ഈ തേള് ഇങ്ങനെ വല്ലാതെ ഓടുന്നത് എന്നറിയാൻ ജിജ്ഞാസയോടുകൂടെ അദ്ദേഹം അതിനെ പിന്തുടർന്നു. അപ്പോൾ അതിങ്ങനെ ഓടിച്ചെന്ന് പുഴക്കര ചെന്ന് നിൽക്കുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നത് പോലെ വലിയ ഒരു തവളയെ അദ്ദേഹം കണ്ടു. തവളയെ കണ്ട പാടെ തേളതിന്റെ പുറത്ത് കയറി. അങ്ങനെ തവള ഒരു തോണി പോലെ ഈ തേളിനെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കൗതുകം അത് കണ്ട് അത് ജിജ്ഞാസ വർദ്ധിച്ചപ്പോൾ അദ്ദേഹവും മറുകരയിലേക്ക് അദ്ദേഹവും പോയി. അങ്ങനെ മറുകരയിൽ ചെന്നു നോക്കുമ്പോൾ ഈ തവള ശരിക്കും അതിന്റെ മറുകരയിൽ എത്തിച്ച ഉടനെ തന്നെ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി ധൃതിപ്പെട്ടു പോകുന്നത് പോലെ പിന്നെയും ആ തേള് ഓടാൻ തുടങ്ങി. അങ്ങനെ
ശക്തമായി നടക്കുമ്പോൾ പിറകെ അദ്ദേഹം കൂടി എവിടേക്കാണിത് പോകുന്നത്. ഒടുവിൽ ആ തേള് ചെന്നുപെട്ടത് ഒരു മരത്തിൻ ചുവട്ടിൽ ഒരു മനുഷ്യ സഹോദരൻ ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന ആ സഹോദരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സർപ്പം ഇങ്ങനെ ഇഴഞ്ഞു വരുന്നത് അദ്ദേഹം കണ്ടു. ആ സർപ്പം ആ മനുഷ്യന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ എത്തി നിൽക്കുമ്പോഴാണ് മേൽ പറയപ്പെട്ട തേൾ അവിടെ എത്തുന്നത്. പിന്നെ ശണ്ട അവർ തമ്മിലായി. ശണ്ടക്കൊടുവിൽ രണ്ടുപേരും പരസ്പരം കടിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത് രണ്ടും പിടഞ്ഞു വീണു. ഇതൊന്നും അറിയാതെ അപ്പോഴും ആ മനുഷ്യൻ നല്ല ഉറക്കിലായിരുന്നു. ഏതായാലും ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ പോലും ഈ തരത്തിൽ കാരുണ്യം കൊണ്ട് സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണെന്നുള്ള ബോധ്യം, അത് ബോധ്യപ്പെടുത്താനായിരിക്കാം ഇങ്ങനെ ഒരു സംഭവത്തിന് അദ്ദേഹത്തെ സാക്ഷിയാക്കപ്പെട്ടത്. പ്രപഞ്ചത്തിൽ ഇങ്ങനെ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ അള്ളാഹു നൽകുന്ന ഈ മഹത്തായ കാരുണ്യം അതല്ലേ വലുത് എന്ന് തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ നാളെ പാരത്രിക ലോകത്തുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ദുനിയാവിലെ കരുണകളൊന്നും ഒന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദുനിയാവിൽ കഷ്ടത മാത്രം അനുഭവിച്ച ഒരു മനുഷ്യൻ, അയാൾക്കിവിടെ എന്നും പരീക്ഷണങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്. അങ്ങനെ ഒരു സുഖവും ആസ്വദിക്കാത്ത ഒരാളെ നാളെ മഹ്ശറയിൽ അയാളെ കൊണ്ടുവരപ്പെടും. അയാളെ സുഖലോക സ്വർഗത്തിന്റെ പരിമളതയിൽ അയാളെ ഒന്ന് മുക്കിയെടുക്കപ്പെടും. അയാൾക്കൊരു ചെറിയൊരു ആസ്വാദനം നൽകും. എന്നിട്ട് അയാളോട് ചോദിക്കും, ഇപ്പോഴെങ്ങനെയുണ്ട്? അയാൾ പറയും, അള്ളാഹുവേ, ഞാൻ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതേസമയം ജീവിതത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിച്ച, ഒരുപാട് ആഡംബരങ്ങളും എല്ലാവിധ ആസ്വാദനങ്ങളും നടത്തിയ ഒരു വ്യക്തിയെ നരകത്തിന്റെ ഒരു ചെറിയ ഒരു അംശം അള്ളാഹു അനുഭവിക്കുമ്പോഴേക്ക് അയാൾ പറഞ്ഞു പോകുമത്രേ, ഞാൻ ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകത്ത് അവിടുത്തെ രക്ഷയാവട്ടെ ശിക്ഷയാവട്ടെ അത് ഈ പ്രപഞ്ചത്തിലെ മുഴുവത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോഴും അവിടെയുള്ളതാണ് വലുത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് റഹീമിന് റഹ്മാനിനേക്കാൾ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഈ രൂപത്തിൽ റഹ്മാനും റഹീമിനെ നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിപ്പത്തെ സംബന്ധിച്ച് മഹാകവികളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. പ്രസിദ്ധമായ ഒരു മാപ്പിളപ്പാട്ടിലുണ്ടല്ലോ, അള്ളാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എത്തീമുകൾ. തീർത്തും അർത്ഥവത്തായ ഒരു വരിയാണത്. അതേപോലെ സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്നൊരു കവിതയുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ ഈ അറ്റമില്ലാത്ത പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള കാരുണ്യങ്ങളാണ് ഇവിടെയൊക്കെയും പരാമൃഷ്ടമായിട്ടുള്ളത്. ഭൂമിയിൽ ആളുകൾ ചെയ്യുന്ന കരുണ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കൾ മക്കളോട് തുടങ്ങി ഒരുപാട് കരുണയുണ്ട്, നമുക്കറിയാം. ആ കരുണയൊക്കെ ചില സന്ദർഭങ്ങളിൽ അതൊക്കെ വിസ്മരിക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ ആ കരുണ ഇല്ലാതാവുകയും ചെയ്യും. പെറ്റ ഉമ്മ വരെ ചിലപ്പോഴൊക്കെ മക്കളോട് കരുണയില്ലായ്മ കാണിക്കാറുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി വര്യൻ മരണാസന്നനായി ഇരിക്കുന്ന സന്ദർഭത്തിൽ കലിമ ചൊല്ലി കൊടുക്കപ്പെട്ടപ്പോൾ അയാൾ കലിമ ചൊല്ലാതെ കണ്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു, നബിയെ, അയാൾ കലിമ ചൊല്ലുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ സമീപത്ത് ചെന്ന് അയാളോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അയാൾ ചൊല്ലുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, ഇയാൾ നിസ്കരിച്ചിരുന്നില്ലേ? ഉണ്ട്. നോമ്പനുഷ്ഠിച്ചിരുന്നില്ലേ? ഉണ്ട്. ഇയാൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മാതാവ് രംഗപ്രവേശനം ചെയ്യുന്നത്. ആ മാതാവിനെ കൊണ്ടുവരപ്പെട്ടു. മാതാവ് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഒരിക്കലും അവനോട് മാപ്പ് ചെയ്യില്ല. കാരണം അവനെന്നെ ബുദ്ധിമുട്ടിച്ചു എന്ന് മാത്രമല്ല, അവനെന്റെ കണ്ണു പൊട്ടിച്ചവൻ കൂടിയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ കുറച്ച് വിറകും തീയും കൊണ്ടുവരിക. കിളവിയായ സഹോദരി ചോദിച്ചു, എന്തിനാണ് തിരുനബിയെ? പ്രവാചകർ പറഞ്ഞു, ആ മനുഷ്യനെ കരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അയാൾക്ക് മാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ചെയ്യാനുള്ളത്? ആ സഹോദരിയുടെ മനസ്സിളകി. അവര് പറയാൻ തുടങ്ങി, നബിയെ, ഞാൻ 10 മാസം അവനെ ഗർഭം ചുമന്നത് അവനെ തീയിൽ കരിക്കാനല്ല. ഞാൻ അവന് 2 വർഷം മുല കൊടുത്തത് അവനെ തീയിലിട്ട് കരിക്കാനല്ല. ഞാൻ അവന് മാപ്പ് നൽകുകയാണെന്ന് പറഞ്ഞു. ഈ രൂപത്തിൽ അതോടുകൂടെ ആ മനുഷ്യൻ കലിമ ചൊല്ലുകയും ചെയ്തു എന്ന് കാണാം. മാതാപിതാക്കൾ വരെ ചിലപ്പോഴൊക്കെ കാരുണ്യം ഇങ്ങനെ വഴിതെറ്റി നിൽക്കുമ്പോഴും ഒരിക്കലും ലാഭേച്ഛയില്ലാതെ അനുദിനം എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ കരുണയാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത്.
ആ കാരുണ്യം പ്രപഞ്ചത്തിൽ ദുനിയാവിൽ കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. അതിലേറെ നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു കരുണ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ കാരുണ്യം, ആ റഹ്മത്ത് അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഞാനും പരാജയപ്പെട്ടു, എനിക്കും രക്ഷയില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ വല അന്ത, അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല അയ്യതഗമ്മദനില്ലാഹു ഫി റഹ്മത്തി, അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ വലയം ചെയ്താലല്ലാതെ എനിക്ക് രക്ഷയില്ലെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അവന്റെ കാരുണ്യം അള്ളാഹു നമ്മിൽ ധാരാളമായി വർഷിക്കട്ടെ. അപ്പോ ഈ സൂറത്ത്, പരിശുദ്ധമായ സൂറത്തിലെ ഫാത്തിഹയിലെ ഈ ആയത്തോതുമ്പോ നമ്മുടെ സ്മൃതിപഥത്തിൽ ഇതൊക്കെ ഉണ്ടായിരിക്കട്ടെ. അർ-റഹ്മാനിർ റഹീം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.